കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെയാണ് വടകരയുടെ കാര്യം. എല്ലാ ദിവസവും വടകരയിൽ ഗതാഗത കുരുക്കാണ്. ഏറെ നേരം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അതിന് ഓരോ ദിവസവും ഓരോ കാരണമാണ്. ഇന്നത്തെ കാരണമാണ് എനിക്ക് പിന്നിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വടകര ഫാമിലി മലബാർ ഗോൾഡിന് ഓപ്പോസിറ്റായി വരുന്ന സർവീസ് റോഡിലാണ് ഈ ഒരു കാഴ്ചയുള്ളത്. ലോറിയിൽ കുത്തി നിറച്ച് ഓവർലോഡായി കൊണ്ടുപോയ മണ്ണ് മുഴുവൻ ഇവിടെ റോഡിലേക്ക് വീണ് കിടക്കുന്ന കാഴ്ചയാണ്. കൂനൽ പോലെ മണ്ണ് കിടക്കുന്ന കാഴ്ചയായിരുന്നു. ഇതേ തുടർന്ന് ഏകദേശം അരമണിക്കൂറിലധികം സമയം ഇവിടെ ഗതാഗത കുരുക്കുണ്ടായി. വാഹനങ്ങൾ നിർത്തിയിടേണ്ടി വന്നു. ഒടുവിൽ ഇപ്പോൾ വാഹനം എത്തിച്ച മണ്ണ് അല്പം ലെവൽ ചെയ്ത ശേഷമാണ് മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ റോഡിന്റെ സ്ഥിതി നിങ്ങൾ നോക്കൂ, മുഴുവൻ മണ്ണിൽ മൂടിക്കിടക്കുന്ന കാഴ്ചയാണ്. ഇരുചക്ര വാഹന യാത്രക്കാർ വളരെ ഭയത്തോടെയാണ് പോകുന്നത്. ചിലരൊക്കെ തിരിച്ചു പോവുകയാണ്. ഇതിൽ വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയും ദൂരത്തിലും ഈ ഒരു മണ്ണ് വീണ് കിടക്കുന്ന കാഴ്ചയാണ്. പോലീസ് എത്തി ട്രാഫിക് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ ഇത് എന്താകുമെന്നറിയില്ല. എല്ലാ ദിവസവും വടകരക്കാർ ദുരിതത്തിലാവുന്ന കാഴ്ച തന്നെയാണ്. ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ. ചിലപ്പോൾ വാഹനങ്ങൾ കേടാകുന്നു, വാഹനങ്ങളിലെ ഇന്ധനം തീരുന്നു, അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളും വല്ലാത്തൊരു അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. വൈകുന്നേരമായി കഴിഞ്ഞാൽ വടകരയിലൂടെ എങ്ങനെ പോകുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്ന കാഴ്ചയാണ്. ദേശീയപാത പ്രവൃത്തി തുടങ്ങിയത് മുതൽ അനുഭവിക്കുന്ന ദുരവസ്ഥ തന്നെയാണിത്. നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ